RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കത്തറയിലെ വ്യാസവിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്രസ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. അറസ്റ്റിലായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. സുരേഷ് RSS BJP പ്രവർത്തകരെന്ന് CPIയും കോൺഗ്രസും ആരോപിച്ചു. എന്നാൽ സുരേഷുമായി ഒരു ബന്ധവുമില്ല എന്നാണ് BJPയുടെ വാദം. കേസിൽ അറസ്റ്റിലായ നൌഷാദ്, ഫാസിൽ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും 12 സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത്. സുരേഷ് BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീടിന്റെ നേരെയുള്ള വീടാണ് ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സുരേഷിന്റെ വീട്. ഇപ്പോ BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും സുരേഷിന് BJP ബന്ധമെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. 100% ആ ചുറ്റുപാടും അതുപോലെ തന്നെ സ്കൂൾ കൈകാര്യം ചെയ്യുന്നൊക്കെ BJP RSSകാർ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യം എന്താണ്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം നടന്നാലും ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. കേസിൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. 24 പാലക്കാട്.